അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത ആളടക്കം 2 പേർ അറസ്റ്റിൽ. വായ പൊത്തി പിടിച്ചു കൊണ്ടുപോയത് അയൽവാസിയായ 16 വയസ്സുകാരൻ. കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ചാണ് പീഡിപ്പിച്ചത്. സുജു ടി ബാബു ആണ് ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. സുജു, എന്തൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. വളരെ പ്രായം കുറഞ്ഞ, ആകെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സ് കാണുമായിരിക്കും ആ കുഞ്ഞിനെ ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. ഈ സംഭവം എപ്പോൾ നടന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്? അന്ന, ഇത് മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്ത് ഈ പ്രതിയായിരിക്കുന്ന എറണാകുളം സ്വദേശി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അതിനുശേഷമാണ് ഈ പ്രതിയായിരിക്കുന്ന സുധീഷ്, എറണാകുളം സ്വദേശിയാണ്, അദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയ ഒരു ചടങ്ങിലെത്തുമായിരുന്നു. അവിടെ വെച്ചാണ് മറ്റൊരു പ്രതിയായിരിക്കുന്ന 16 വയസ്സുകാരനും ഒപ്പം ചെന്ന പെൺകുട്ടിയുടെ വാവ് പിടിക്കുകയും പിന്നീട് ബലമായി പിടിച്ചുകൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ്. അന്ന സൂചിപ്പിച്ചോളാം, മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം കേവലം 10 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസിന് മിനിഞ്ഞാന്ന് വിവരം ലഭിക്കുകയും അതിനടിസ്ഥാനത്തിൽ പോലീസ് ഈ പ്രതികളെ എത്തി അവിടുന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അല്പസമയത്തുള്ളിൽ തന്നെ അടൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്നേരം ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. കുട്ടികളോടൊക്കെ പീഡിപ്പിക്കുക മാത്രമല്ല, ലൈംഗികമായി സംസാരിക്കുന്നതല്ല, ചൊവ്വയോട് സംസാരിക്കുന്നതിന് പോലും അതിക്രൂരമായ സംഭവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടബലാത്സംഗം കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെയൊക്കെ പ്രതികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാഠിന്യം വളരെ വലുതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധ്യമല്ല. പ്രതികളെ പോലീസ് അതിവേഗം അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡിലാക്കി എന്നുള്ള വാർത്ത ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ന, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.